ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. കാണുന്നതെല്ലാം മായ, കാണുന്നതെല്ലാം മായ, കാണുന്നതെല്ലാം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലൗഡ് സ്പീക്കറിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പത്രവാർത്തകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നാം വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യാസക്തരായിത്തീർന്ന, മയക്കുമരുന്നിന് അടിമകളായിത്തീർന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മദ്യാസക്തിയിൽ ആറാടുന്ന പിതാവ് സ്വന്തം മകളെയും ആങ്ങള പെങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഈ അടുത്ത നാളിൽ കൊച്ചിയിൽ നടന്ന ഒരു സംഭവം, ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ തന്റെ സ്വന്തം പെങ്ങളെ, 12 വയസ്സുള്ള തന്റെ സ്വന്തം പെങ്ങളെ പീഡിപ്പിച്ച് വലിയ പ്രയാസമായിട്ട് തീർന്ന ഒരു വാർത്ത നമ്മൾ വായിച്ചു കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൻ മകളെ പീഡിപ്പിക്കുന്ന വാർത്ത ഇന്ന് ഒരു വാർത്തയല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ പോലും മറന്നുകൊണ്ട്, മനുഷ്യരെ തിരിച്ചറിയാതെ ലൈംഗിക വൈകൃതത്തിന് മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ആ നിലയിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് എത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഏത് ഒരു ആഘോഷത്തിനും മദ്യം ഒഴിച്ചുകൂടാത്ത ഒന്നായിട്ട് തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ മാമോദീസയ്ക്ക് മദ്യം, അതുപോലെ 28 കെട്ടിന് മദ്യം, വീട് കയറിക്കൂടലിന് മദ്യം, അതുപോലെ ഭവനങ്ങളിൽ നടക്കുന്ന ഏതൊരു സൽക്കാരങ്ങൾക്കും മദ്യം ഇന്ന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വസ്തുവായി കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിനും വീട് കേൾക്കുന്നതിനുമൊക്കെ മരണത്തിനുമൊക്കെ മദ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമായിട്ട് ഇന്ന് തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളം ആ നിലയില് അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ സങ്കടത്തോടുകൂടെ മാത്രമേ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ബസ്സിൽ കയറുവാനും അതുപോലെ ഓഫീസുകളിൽ ക്യൂ നിൽക്കുവാനും ഒക്കെ മടി കാണിക്കുന്ന മനുഷ്യർ മദ്യം വാങ്ങുവാനായിട്ട് ഉള്ള ക്യൂവിൽ എത്ര നിശബ്ദരായിട്ടാണ്, എത്ര വളരെ കരുതലോടുകൂടിയാണ്, അല്ലെങ്കിൽ വളരെ അച്ചടക്കത്തോടും കൂടിയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ക്യൂവിലെ വൃദ്ധന്മാരും യുവാക്കളും കൈമാറക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. നമുക്കറിയാം, 3.5 അല്ലെങ്കിൽ 4 കോടിയോളം ജനസംഖ്യയുള്ള ഈ കൊച്ചു കേരളത്തിൽ 1 കോടിയിലധികം ആളുകൾ മദ്യാസക്തരാണ് എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ സർവേ ഫലം അനുസരിച്ച് കേരളത്തിലെ മദ്യപാനം തുടങ്ങുന്ന ശരാശരി പ്രായം 11-12 വയസ്സുകളിൽ എത്തി നിൽക്കുന്നു. പണ്ടൊക്കെ അത് 18-19 വയസ്സുകളിലായിരുന്നു തുടങ്ങുന്നത് എങ്കിൽ
ഇന്ന് ഇപ്പോൾ 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ കുഞ്ഞുങ്ങൾ അടിമകളായിട്ട് തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും അതുപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും ക്ലാസ്സുകൾ കൂട്ടിമുട്ടിച്ച് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പിന്നീട് നിർത്തുവാനായിട്ട് കഴിയാത്ത നിലയിൽ മദ്യാസക്തിയിൽ അങ്ങനെ ആറാടുന്ന ആളുകളെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് പിന്നീട് സമൂഹത്തിനും അതുപോലെ കുടുംബത്തിനുമൊക്കെ വെറുക്കപ്പെട്ടവരായി ആ കുടുംബത്തില് നിത്യദുഃഖം വരുത്തി വെക്കുന്ന ആളുകളായിട്ട് തീരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എത്ര സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്കറിയാം, മദ്യം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണവും ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെട്ടടിക്ക് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ സമ്മർദ്ദത്തിന്റെ വാക്കുകളിൽ വീണുപോയിട്ട് മദ്യത്തിന്റെ ആസക്തിയിൽ അമർന്നു പോയ എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെ മദ്യാസക്തരായി തീർന്ന ആളുകളുടെ ആ വിഷമസ്ഥിതി ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുന്നു. നമുക്കറിയാം, റിട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളിലും അതുപോലെ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകളുടെ അടുത്തുമൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പോവുകയും ചികിത്സ നേടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിതം ചെലവഴിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു പെട്ടിൽ തുടങ്ങുന്ന മദ്യപാനം പിന്നീട് മദ്യാസക്തനായ ഒരുവനായി നമ്മെ ഓരോരുത്തരെയും തീർക്കുവാനായിട്ട് ഇടയുണ്ട്. മദ്യാസക്തി എന്ന് പറയുന്നത് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണെന്ന് ലോകാരോഗ്യ സംഘടന, അതുപോലെ അമേരിക്കൻ മെഡിക്കൽ സംഘടന ഇവരൊക്കെ 1956 പ്രഖ്യാപിക്കുകയുണ്ടായി. എങ്ങനെയുള്ള മദ്യപാന്മാരാണ് മദ്യാസക്ത രോഗികൾ എന്ന് അവർ നിർവചിച്ചിട്ടുമുണ്ട്. ആരുടെയെങ്കിലും മദ്യപാനം മാനസിക തകരാറുകൾ വരുത്തി വയ്ക്കുന്നുവെങ്കിൽ, ആരുടെയെങ്കിലും മദ്യപാനം ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തിബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കർത്തവ്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് അത് ശല്യമാകുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള മദ്യപന്മാരാണ് മദ്യാസക്ത രോഗികൾ എന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർവചനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിർവചനം വെച്ച് നാം നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും മദ്യാസക്ത രോഗികളാണ് എന്നതിൽ സംശയമില്ല. മദ്യപാനം ഒരു രോഗമാണ് എന്നാണ് അവര് പറയുന്നത്. പ്രിയപ്പെട്ട, ഒരു മദ്യപാനം ഒരു രോഗമാണ് എങ്കിൽ അത് സ്വന്തം ഇച്ഛയാൽ പിടിപെടുന്ന ഒരു രോഗമാണ് എന്ന് പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മദ്യപാനം ഒരു രോഗമാണ് എങ്കിൽ അത് പരത്തുവാനായിട്ട് ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതും പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, ഗവൺമെന്റിന്റെ ലൈസൻസോടുകൂടെയാണ് മദ്യം വിൽക്കുകയും അതുപോലെ അത് കച്ചവടം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മദ്യപാനം ഒരു രോഗമാണെങ്കിൽ അത് കുപ്പികളിൽ വിൽക്കപ്പെടുന്ന ഒരു രോഗം എന്ന് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, അത് സർക്കാരിന് നികുതി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രോഗമാണ്. മറ്റു രോഗങ്ങളൊന്നും അങ്ങനെ സർക്കാരിന് നികുതി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ള വാസ്തവമാണെങ്കിലും സർക്കാരിന് നികുതി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരേ ഒരു രോഗം എന്ന് പറയുന്നത് മദ്യപാനമാണ്. പ്രിയപ്പെട്ടവരെ, കൃമികളാലും വൈറസുകളും പറക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരേ ഒരു രോഗം എന്ന് പറയുന്നതും ഈ മദ്യപാന രോഗമാണ്. മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മദ്യാസക്തി രോഗം എന്ന് പറയുന്നത് രോഗിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് തടയുന്ന ഒരേ ഒരു രോഗം എന്നാണ്. മദ്യപാനം സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ലാത്തവരുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപാനി ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കുന്നതാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ 2 സ്ഥലത്ത് എങ്കിലും മദ്യാസക്ത രോഗികൾ അല്ലെങ്കിൽ മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം അതുപോലുള്ള പാപങ്ങളോട് ചേർത്താണ്
മദ്യപാനവും പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമായിട്ടാണ് മദ്യപാനത്തെ ഒരു പാപം എന്ന നിലയിൽ ബൈബിൾ കാണുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഏതൊരു പാപത്തിന്റെയും ആസക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലേക്കും ദൈവത്തിങ്കിലേക്കും തിരിയാതെ സാധിക്കുകയില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനാസക്തരായിട്ടുള്ള ആളുകൾക്കും ദൈവത്തിൽ ശരണം പ്രാപിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചാലും മദ്യാസക്തിയിൽ നിന്ന് സമ്പൂർണമായിട്ടും വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ചുരുക്ക സമയം ദൈവം നമ്മെ ഈ മദ്യാസക്തിയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് പ്രാപ്തനാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞങ്ങള് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു പാപവും പോലെ മദ്യപാനവും പാപമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഓരോ പാപിക്കും ദൈവത്തിന്റെ വചനം വച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നിത്യനരകമാണ്. നിത്യനരകം എന്ന് പറയുന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളിക്കളയുവാൻ യോഗ്യമായ പാപം തന്നെയാണ് മദ്യപാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം മുഖാന്തരം, മറ്റു പാപങ്ങൾ മുഖാന്തരം ദൈവത്തോടകന്ന് നിത്യനരകത്തിന് യോഗ്യരായിരിക്കുന്ന മനുഷ്യനോട് പറയുവാനായിട്ട് ദൈവത്തിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം മാനവ വർഗത്തിൽ ഒരുക്കിയ രക്ഷ എന്ന് പറയുന്ന ആ കാര്യത്തെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപികളായിരിക്കുന്ന മനുഷ്യർക്ക്, ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഏക ക്രമീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പകരം മരണമാണ്. പാപി ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. മദ്യപാനിയാണെങ്കിലും മറ്റേതൊരു പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നീതിമാനായതുകൊണ്ട് മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷയായ നിത്യനരകത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ല. ദൈവം തന്റെ നീതിയിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് നിത്യ നരകം എന്ന് പറയുന്നത്. ഈ നരകശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യന്റെ സൽപ്രവൃത്തികൾ കൊണ്ടോ, മനുഷ്യന്റെ കൂതാശകൾ കൊണ്ടോ, മനുഷ്യന്റെ മതകർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ നരകശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട് മനുഷ്യന്റെ ഒരു പ്രവൃത്തികളും കാരണമല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല, സ്വർഗം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വിശ്വാസത്തിന്റെ മാർഗമാണ്. ആരുള്ള വിശ്വാസമാണെന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു പിരങ്കള്ളനെ പോലെ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുള്ള വിശ്വാസമാണ്. ആ പാപപരിഹാര ബലിയിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവെ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് നീ ശിക്ഷ വിളിച്ചാൽ ഞാൻ നിത്യ നരകത്തിന് യോഗ്യനാണ്. എന്നാൽ അവിടുന്ന് എന്നെ സ്നേഹിച്ചു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ തന്റെ ജീവനെ ബലിയായിട്ട് നൽകി. ഈ കാൽവരിയാകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷകനാമമായിട്ട് സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് പാപമോചനവും രക്ഷയും സാധ്യമാകുന്നത്. ബൈബിൾ അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ്കൊണ്ടത് ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനാമമായിട്ട് സ്വീകരിച്ച് ഏറ്റുപറയുവാൻ ഈ ദേശനിവാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരുത്തലിൽ രക്ഷയില്ല. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്: കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും
രക്ഷ പ്രാപിക്കും. ഈ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ, ഈ യേശുവിൽ വിശ്വസിച്ച് പാപാസക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, മദ്യപാനാസക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സ്വർഗത്തിന്റെ അവകാശികളായിട്ട് തീരുവാൻ ഈ ദേശനിവാസികളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെയും ശാന്തമായി ഞങ്ങളുടെ മെസ്സേജ് ശ്രദ്ധിച്ച എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഓർക്കപ്പെടുന്നവരാകട്ടെ. ആമേൻ. കൃപയാണത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല